ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ക്രീമി പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പാനിലോട്ട് ഒരു ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഇതിപ്പോൾ ബട്ടറിനകത്തുകൊണ്ട് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ആയതിനു ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതിലോട്ടുള്ള ക്രീമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മൈദ ഒഴിച്ച് നമുക്ക് അതിലോട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കട്ടൊക്കെ ഒന്ന് പോകുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ എരിവിന് വേണ്ടി കുറച്ച് പെപ്പർ ആഡ് ചെയ്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരാവശ്യത്തിന് ആഡ് എടുത്താൽ മതി. ക്രീം റെഡിയാക്കുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് റെഡിയാക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമുക്ക് ക്രീമൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വാടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിനു ശേഷം അതിലോട്ട് നമുക്ക് കുനുകുന അരിഞ്ഞ ക്യാരറ്റ് കൂടി ആയത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് മാക്രോണി പാസ്തയാണ്. അപ്പോൾ അങ്ങനെ ഇത് കുക്കായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഇനി നമുക്ക് ഈ ഒരു അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം വെന്തിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിലോട്ട് എഗ്ഗാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊന്ന് കുറച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അടച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുക്കായിട്ട് വരും. നമ്മളങ്ങനെ മിക്സ് ചെയ്യുന്ന ശേഷത്തിലോട്ട് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വെജിറ്റബിൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാസ്ത ഒടാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ സാൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കാണിക്കാൻ മറന്നാണ്. അങ്ങനെ നമുക്ക് നല്ലോണം ഈ ക്രീം കൂടെ ആക്കിയിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റുള്ള ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് വലിയൊരു താങ്ക് യു. ഓക്കെ, ബൈ.